സ്പോട്ട് ലൈവിലേക്ക് വേണ്ട മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്ത ഇന്നും ഇഡിക്ക് മുൻപാകെ ഹാജരായില്ല. ഇന്നലെ ചോദ്യം ചെയ്യലിൽ ഹാജരാക്കുന്നതിനെ തുടർന്ന് ഇന്ന് ED ഓഫീസിലെത്തണമെന്നാവശ്യപ്പെട്ട് സമൻസ് നൽകിയിരുന്നു. അതിനിടെ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവള എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഡാനി ഇപ്പോൾ ചേർന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഇപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകാത്തത്. ഇനി എന്തായിരിക്കും EDയുടെ അടുത്ത നീക്കം? കാരണം ഈ കമ്പനി ഓഫീസർമാരുടെ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായിട്ടുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോം, മാസപ്പടി കേസിൽ ED നടപടികൾ കർശനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് CMRL MDക്ക് തുടർച്ചയായ രണ്ടാം ദിവസം തന്നെ നോട്ടീസ് നൽകുന്നത്. ഇന്നും അദ്ദേഹം ഹാജരായില്ല. ആരോഗ്യ കാരണങ്ങളാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിലെന്ത് നടപടിയെടുക്കണം? കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന ആരോഗ്യപരമായ വിഷയങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ഹാജരാകുന്നില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും ഏത് രീതിയിൽ അദ്ദേഹത്തിന് മൊഴിയെടുപ്പ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ED പരിശോധന നടത്തുകയും ചെയ്യും. നിലവിൽ 3 ഉദ്യോഗസ്ഥരുടെ മൊഴി ഏതാണ്ട് 24 മണിക്കൂർ എന്ന് പറയാം. കാരണം ഇന്നലെയായിരുന്നു അവർ ഹാജരായത്. ഇന്ന് രാവിലെയോടുകൂടിയാണ്, ഇന്ന് 11:30യോടുകൂടിയാണ് 3 ഉദ്യോഗസ്ഥരും ഈ മൊഴി എടുത്തതിന് ശേഷം അവർ ചോദ്യം ചെയ്യലിന് വല്ലാൻ ശേഷം അവർ തിരിച്ചു പോവുകയും ചെയ്തത്. ഇവരോട് പ്രധാനമായും തന്നെ അന്വേഷിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 1,72,00,000 രൂപ ഇതിൽ നൽകി, പ്രതിഫലമായി നൽകിയെങ്കിൽ അതിൽ ഉയരുന്ന ചോദ്യം ഇതാണ്: എന്ത് സേവനം നൽകി എന്നതാണ് ചോദ്യം. EDയുടെ ഒരു കണ്ടെത്തലും നിരീക്ഷണവുമെല്ലാം ഇത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ നടന്ന ഒരു ഇടപാട് എന്ന രീതിയിലാണ് EDയുടെ ഒരു നിലപാട്. അപ്പോൾ ഇക്കാര്യങ്ങളിൽ എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ഇതിനുവേണ്ടി കമ്പനിയുടെ ലെഡ്ജർ, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഇന്ന് ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഉദ്യോഗസ്ഥർ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരാക്കി. ഇതിൻ്റെ വിശദമായ ഒരു പരിശോധനയും ഒപ്പം തന്നെ ഈ മൊഴി നൽകിയതിലെ വിശദാംശങ്ങളും അടക്കം പരിശോധിക്കും. പ്രാഥമികമായി ഇത് സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ നൽകിയ മൊഴികളിൽ കമ്പനി ഉടമ CMRL MD അറിയാതെ മറ്റൊന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിൽ നടന്നിരിക്കുന്ന കരാറും പണം നൽകിയതും അടക്കമുള്ള കാര്യങ്ങളെ അത് സംബന്ധിച്ച ഉടമയ്ക്ക് MDക്ക് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ സുതാര്യമാണെന്ന രീതിയിൽ തന്നെയാണ് അവർ നിലപാടെടുക്കുന്നത്. ഏത് കമ്പനിയുമായി പുറത്ത് കരാർ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരാറ് മാത്രമായിരുന്നു അത് എന്ന രീതിയിലാണ് അവർ പറഞ്ഞു പോയിരിക്കുന്നത്. എന്ത് സേവനം നൽകി എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേരത്തെയും CMRL ഒരു വ്യക്തമായ ഒരു ഉത്തരം നൽകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ളൊരു തുടർ നടപടികൾ എന്ന് പറയുന്നത് ഇവരെ മൊഴി പരിശോധിച്ചതിന് ശേഷമായിരിക്കും. ഇപ്പോൾ അവർ ഹാജരാക്കിയ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിലാണ് CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്. MD ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ചെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല.